നമസ്കാരം, ഞാൻ കൊല്ലം തുളസിയാണ്. മഹേഷ് വടക്കഞ്ചേരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പാലക്കാട് വടക്കഞ്ചേരി പ്രദേശത്തുള്ള കാരുണ്യ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ ഏറ്റവും ചിരപരിചിതമായ ഒരു പേരാണ് മഹേഷ് വടക്കഞ്ചേരി. സ്നേഹാലയം എന്ന ഒരു അനാഥാലയം നടത്തുന്ന ഒരു വ്യക്തി, മനുഷ്യത്വത്തിന്റെ പ്രതീകം. അദ്ദേഹം വഴിയെ പോകുമ്പോഴൊക്കെ ശ്രദ്ധ കടത്തിണ്ണയിൽ ആരെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടോ, ആരെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടോ, ആരും ഭ്രാന്തമായി നടക്കുന്നുണ്ടോ എന്നൊക്കെയാണ്. അങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ സ്നേഹാലയത്തിൽ പാർപ്പിക്കുന്ന ഒരു മഹാനായ ഒരു വ്യക്തിത്വമാണ് ശ്രീ മഹേഷ്. കൊല്ലക്കാരനായ അദ്ദേഹം ജീവസന്ധാരണത്തിനായി പാലക്കാട് വരികയും വടക്കാഞ്ചേരി എത്തപ്പെടുകയും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല വ്യാപിക്കുകയും അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനായി, കാരുണ്യ പ്രവർത്തകനായി മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൂടിയായ ശ്രീ മഹേഷിന് ഈ ആഗസ്റ്റ് 15 ജന്മദിനം ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. അദ്ദേഹം വളരെ നീണ്ട കാലം ഐശ്വര്യത്തോടെ, ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. കാരണം ഇവരെ പോലുള്ള സുമനസ്സുകൾ ജീവിച്ചിരിക്കുന്നത് പാവപ്പെട്ടവരുടെ ഒരു അത്താണിയാണ്, അവരുടെ ഒരു സഹായിയാണ്, അവരുടെ ഒരു ജീവനോ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രവർത്തകരാണ് മഹേഷ്. എൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഞാൻ നേരുന്നു. ഹായ് പ്രിയപ്പെട്ടവരെ, ഹായ് മഹേഷേട്ടാ. മഹേഷേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. എൻ്റെ പ്രിയപ്പെട്ട മഹേഷേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു. മഹേഷേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും ഒപ്പം തന്നെ എൻ്റെ സിനിമയിൽ അഭിനയിച്ച നല്ലൊരു ആക്ടറുമാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, സഹൃദയനാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന, ജാതിമത ഭേദമന്യേ എല്ലാവരെയും സഹായിക്കുന്ന അതിനുള്ള മനസ്സുള്ളൊരു വ്യക്തിയാണ് ശ്രീ മഹേഷേട്ടൻ. മഹേഷേട്ടന് ഇനിയും ഒരുപാട് വർഷങ്ങൾ ദീർഘായുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മഹേഷേട്ടാ. ഏവർക്കും നമസ്കാരം. ഞാൻ വിജയൻ മുരുക്കുമ്പുഴ. ഒരു എളിയ കലാകാരനാണ്, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, കലാ സാംസ്കാരിക പ്രവർത്തകനുമാണ്. നാളെ ജന്മദിനം, ആഗസ്റ്റ് 15 ജന്മദിനം ആഘോഷിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് മഹേഷ് വടക്കഞ്ചേരിക്ക് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. ഒപ്പം മഹേഷിനെ പറ്റി പറയുകയാണെങ്കിൽ, മഹേഷ് പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, സംവിധായകനാണ്, കവിയാണ്, ഗാനരചയിതാവാണ്. അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങളുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ മഹേഷ്. കൂടാതെ ജീവകാരുണ്യ പ്രവർത്തകനുമാണ്. സ്നേഹാലയം എന്ന ഒരു ഓൾഡേജ് ഹോം നടത്തുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ശ്രീ മഹേഷിന് 1000 ജന്മദിനങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് മഹേഷിൻ്റെ ജന്മദിനം അടിച്ചു പൊളിക്കാം. ഹായ് പ്രിയമുള്ളവരെ, ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15 എന്ന പോലെ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ മഹേഷ് വടക്കാഞ്ചേരിയുടെ ജന്മദിനവും ഈ ഓഗസ്റ്റ് 15 കൊണ്ടാടുകയാണ്. സാമൂഹ്യ രംഗത്തും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ ക്രിയാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മഹേഷിന് എല്ലാവിധ ജന്മദിന ആശംസകളും അർപ്പിക്കുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ശ്രീ മഹേഷ്. ഞങ്ങളുടെ മകൻ മഹേഷിൻ്റെ ജന്മദിനമാണ്. ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ, നൽകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് സ്നേഹാലയം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി ഇപ്പോൾ വളരെയധികം ആരോരുമില്ലാത്തവരെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾ, അവരെയെല്ലാം സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നു. ഈ മഹേഷിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ നേരുന്നു. നമസ്കാരം, ഞാൻ മഹേഷിൻ്റെ അമ്മയാണ്. എൻ്റെ മോന് ജന്മദിന ആശംസകൾ നേരുന്നു. അടുത്ത സമയത്ത് ഒരു ദിവസം എൻ്റെ മകൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ വൃദ്ധസ്ഥാനം സന്ദർശിച്ചു. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ
കുറിച്ച് ഞാൻ ചിന്തിക്കുകയും ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ മനസ്സിനുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരുപാട് കുട്ടികളും അതായത് അവർക്കൊക്കെ ജീവിക്കാൻ മാർഗമില്ലാഞ്ഞിട്ട് കുട്ടികളെ ഭക്ഷണവും സ്കൂള് വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളും അതുപോലെ തന്നെ യുവാക്കളെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലൊക്കെ കിടന്നും വീടുകളിൽ കൊണ്ടുവന്ന് സംരക്ഷിച്ചിട്ടും അവർക്കെല്ലാവർക്കും നോക്കാനായിട്ട് സമയക്കുറവുകൊണ്ട് ആയിരിക്കും ഇവിടെ മഹേഷിനെ ഏൽപ്പിച്ചത്. ആഗസ്റ്റ് 15 എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. നിങ്ങളെ എല്ലാവരും എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും എല്ലാ അമ്മമാരെയും സഹോദരങ്ങളെയും ഒക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ മകന് ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിർത്തുന്നു.